everyone, welcome back to another video of my channel. ഈ വീഡിയോ എനിക്ക് കുറച്ച് സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം ഇതെൻ്റെ മോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ വ്ളോഗാണ്. സോ ഈ വ്ളോഗിൽ അന്നത്തെ ദിവസം നടന്ന ആ ഡീറ്റെയിൽഡ് സംഭവങ്ങളുണ്ട്. ഈ കാണിക്കുന്ന ഫസ്റ്റ് ക്ലിപ്സ് എല്ലാം ബർത്ത്ഡേയുടെ തലേ ദിവസം നടന്നതാണ്. ആ ക്ലിപ്സ് എനിക്ക് മിസ്സാകണ്ട എന്ന് കരുതി എനിക്കിത് ഭയങ്കര ഇഷ്ടമായത് കൊണ്ടിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തതാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് ഹെയ്സലിൻ്റെ ബർത്ത്ഡേ. രാവിലെ തന്നെ സ്വാഭാവികമായിട്ട് അവർ ഉറക്കമായിരുന്നു. അവൻ തൊട്ടിൽ കിടന്നായിരുന്നു ഉറങ്ങിയത്. ഞാൻ കിച്ചണിലോട്ട് പോയത് കൊണ്ടിട്ടാണ് ഞാൻ അവനെ തൊട്ടിൽ ആക്കിയിട്ട് പോയത്, അല്ലെങ്കിൽ ബെഡിൽ തന്നെ എൻ്റെ കൂടെയാണ് കിടക്കാറ്. ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ലൈറ്റ് കണ്ടിട്ടാണ് ഹെസ് എഴുന്നേറ്റത്. പിന്നെ റനീസിന് ഞാൻ അവിടെ ചായ കൊണ്ടേ കൊടുത്തു. ഞാൻ സ്ഥിരം ഇങ്ങനെ ബെഡിൽ കൊണ്ടേ കൊടുക്കാറില്ല, പിന്നെ വീഡിയോ എടുക്കുന്നത് കൊണ്ടിട്ട് കുറച്ച് ഭംഗി കൂടട്ടെ എന്ന് വിചാരിച്ച് കൊണ്ടേ കൊടുത്തതാണ്. അതിനുശേഷം ഹെയ്സൽ എഴുന്നേറ്റായിരുന്നു. അങ്ങനെ ഞാൻ ഹെയ്സലിനെ ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്തു. ബർത്ത്ഡേ വിഷ് ചെയ്യുന്നതൊന്നും അവന് മനസ്സിലായില്ല എങ്കിലും ഞാൻ വിഷ് ചെയ്യുന്ന രീതി കണ്ടിട്ടാണ് അവൻ ചിരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഹെസ്സും കുറച്ച് കളിപ്പിച്ചു അവനെ. പിന്നെ അടുക്കള ഭാഗത്തായിരുന്നു, അതായത് പുറത്ത് അടുക്കളയിലായിരുന്നു റനീസിൻ്റെ പാരൻസ് ഉണ്ടായിരുന്നത്. അങ്ങനെ അവരെ കൊണ്ട് കൊച്ചിനെ കാണിച്ചപ്പം അവരുടെ റിയാക്ഷൻ വീഡിയോ എടുക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അവർ ക്യാമറ കണ്ട ആദ്യം ഒന്ന് പതറിയെങ്കിലും എൻ്റെ ഒരാഗ്രഹത്തിന് എടുക്കണല്ലേ എന്നോർത്ത് എന്തെങ്കിലും കാണിക്കട്ടെ എന്നോർത്ത് അവരും കണ്ണടച്ചു. അങ്ങനെ അവരും ഹാപ്പി ആയിട്ട് അവനെ വിഷ് ചെയ്തു. അപ്പോൾ ഹെയ്സലിന് വല്ല ഐഡിയ ഒന്നും കിട്ടുന്നില്ല, എന്താണ് നടക്കുന്നത്, എന്താണ് എല്ലാവരും പറയുന്നത് എന്ന്. പിന്നെ രാവിലത്തെ ഫുഡ് കൊടുത്തു. കുറുക്കാണ് കൊടുത്തത്. ആൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഫുഡ് കണ്ടപ്പോഴേ ചാടി അങ്ങ് വീണു. പിന്നെ എൻ്റെ വീട്ടിൽ നിന്നും ആൾക്കാരെ വിളിച്ച് ഹെയ്സലിനെ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഹെയ്സലിനെ ഉമ്മാൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ ബലൂൺ വീർപ്പിക്കാൻ വേണ്ടിയിട്ട്, അത് വീർപ്പിക്കുന്ന മെഷീൻ എടുക്കാൻ വേണ്ടിയിട്ട് അൽജാസ് ഇവൻസിൻ്റെ കാറ്ററിംഗ് ഓഫീസിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ആയിരുന്നു മെഷീൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അതെടുത്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ടാണ് തിരിച്ചു പോയി. ഈ ഓഫീസ് വരുന്നത് ചെറുവള്ളിമുക്കിൽ നിന്ന് ഗോകുലം സ്കൂളിലോട്ട് പോകുന്ന വഴി പാലം ഇറങ്ങിയതിന് ശേഷം വലത്ത് വശം കാണുന്നതാണ് ഓഫീസ്. ആൻഡ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. ഈ സാധനങ്ങളൊക്കെ ഞങ്ങൾ ബർത്ത്ഡേയുടെ തലേ ദിവസം തന്നെ പോയി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ വർക്ക് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ഡെക്കറേറ്റ് ചെയ്യാൻ ഉള്ള പരിപാടിയായിരുന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. തുടക്കത്തിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ പോകെയാണ് ഞങ്ങൾക്ക് മടുപ്പ് തോന്നാൻ തുടങ്ങി. കാരണം ഇത് ചെയ്തിട്ടും തീരുന്നുണ്ടായില്ല. രാവിലെ തുടങ്ങിയത് വൈകിട്ട് 6 മണി 6:30 ആ സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞപ്പോഴേക്കും. പിന്നെ ഈ ഡെക്കറേറ്റിംഗ് പണി ഞാനും അവനും കൂടെ നിഹാസും കൂടെ ഒരുമിച്ചാണ് ചെയ്തത്. ഞങ്ങൾ 2 പേരുണ്ടായിട്ട് അത് വൈകുന്നേരമായി തീർന്നപ്പോഴേക്കും. എന്നാൽ അടുക്കളയിൽ ഒറ്റയ്ക്ക് പാചകങ്ങളെല്ലാം ചെയ്തത് ഉമ്മയായിരുന്നു. ഉമ്മ ഒറ്റയ്ക്കാണ് അത്രയും സാധനങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. ഹെയ്സൽ ഉറങ്ങുന്ന സമയം കൊണ്ട് ചെയ്ത് തീർക്കാനായിരുന്നു പ്ലാൻ. പെട്ടെന്ന് തീരുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അത്ര പെട്ടെന്ന് തീരുന്ന പണിയായിരുന്നില്ല. കാരണം ഞങ്ങൾക്ക് ഈ പണി അറിയില്ലായിരുന്നു. അറിയാവുന്ന ആരെങ്കിലും വെച്ചിട്ടായിരുന്നെങ്കിൽ ഇത് നേരത്തെ തീർന്നേനെ. ഞങ്ങൾ 2 പേരും കൂടി നിന്നത് കൊണ്ടിട്ടാണ് ഇത് ഇത്രയും ലാഗായി പോയത്. ഞങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും ഒരു വൃത്തി വരുന്നുണ്ടായില്ല. പിന്നെ ചെയ്താണ് എങ്ങനെയൊക്കെയോ ആക്കിയെടുത്തത്. അപ്പോൾ ബാക്കി ഞാൻ അവനെ അവിടെ ഏൽപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ അടുക്കളയിൽ പാചക വീഡിയോ എടുക്കാൻ വേണ്ടി പോയായിരുന്നു. കാരണം എനിക്ക് ഇവിടെ അടുക്കളയിൽ നടക്കുന്ന സംഭവങ്ങൾ മിസ് ചെയ്യരുത്, എന്നാൽ ഡെക്കറേറ്റ് ചെയ്യുന്ന സംഭവങ്ങൾ മിസ് ചെയ്യരുത്. ഇതെല്ലാം എനിക്ക് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നായതുകൊണ്ട് ഞാൻ ഓടി നടന്ന് വീഡിയോ എടുക്കായിരുന്നു. അപ്പോൾ ഉമ്മ ആദ്യം തന്നെ സേമിയ പായസം ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ പായസത്തിൻ്റെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് എന്നെ വീഡിയോ എടുക്കാൻ വിളിച്ചത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ എന്നെ വിളിക്കണം. ഞാൻ എത്ര തിരക്കിലാണ് അപ്പുറത്ത് നിൽക്കുന്നതെങ്കിലും ഇവിടെ ഒന്നും ചെയ്യരുത്, ചെയ്യാൻ നേരത്ത് എന്നെ വീഡിയോ എടുക്കാൻ വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തായിരുന്നു. ആദ്യം തന്നെ ഇവിടെ സേമിയ പായസമാണ് ഉണ്ടാക്കുന്നത്. പായസം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി അങ്ങ് തീർന്നു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു.
അത് കഴിഞ്ഞ് ഞാൻ ഹാളിൽ വന്ന് നോക്കിയപ്പോഴേക്കും നിഹാസ് അത് ഏകദേശം ഭംഗിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെയും ഞാൻ അടുക്കളയിലോട്ട് പോയപ്പോഴേക്കും ഉമ്മ ഇറച്ചിക്കറി ഉണ്ടാക്കാനുള്ള സെറ്റപ്പായിരുന്നു. അപ്പോഴേക്കും ഉമ്മ ചട്ടിയൊക്കെ ചൂടാക്കി ഉലുവായിട്ട് പിന്നെ അതിലോട്ട് സവാള ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലോട്ട് തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില അതൊക്കെ ഇട്ട് നന്നായിട്ട് അങ്ങ് മൂപ്പിച്ചെടുത്ത് നന്നായിട്ട് അത് വഴറ്റി വന്നതിന് ശേഷം ആവശ്യത്തിന് മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടി ഇതൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം മിക്സ് ചെയ്തതിന് ശേഷം ഇറച്ചിയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ അതെല്ലാം മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കുകയാണ് ചെയ്തത്. അപ്പോഴേക്കും ഞാൻ പോയി ബാക്കി കാര്യങ്ങൾ ഹാളിലുണ്ടായിരുന്നത് ചെയ്യുമായിരുന്നു. ഞങ്ങൾ കുറച്ച് സ്റ്റിക്കേഴ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ബുക്കിൽ ഒട്ടിക്കുന്ന സ്റ്റിക്കേഴ്സ് ആയിരുന്നു. അപ്പം ഞാൻ പിൻട്രസ്റ്റിൽ നോക്കിയിട്ടാണ് ഞാൻ സാധനങ്ങൾ വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ റെഫറൻസ് അനുസരിച്ചിട്ടാണ് ഞങ്ങൾ ഈ സ്റ്റിക്കറൊക്കെ വാങ്ങി വാളിൽ ഒട്ടിച്ചത്. ഇതിൻ്റെ ഔട്ട്പുട്ട് അടിപൊളിയായിരുന്നു, ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോഴേക്കും ഞാൻ അടുക്കളയിൽ വന്ന് നോക്കിയപ്പോൾ ഇറച്ചിക്കറി ഏകദേശം സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഉമ്മ ഒരട്ടിക്കുള്ള മാവ് റെഡിയാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരട്ടിക്കുള്ള മാവ് റെഡിയായി, അത് പരത്തി അത് ചുട്ടു. അതിനുശേഷം ഞങ്ങൾ കുറച്ചും കൂടി ഫുഡ് എക്സ്ട്രാ വാങ്ങിക്കാൻ ഞങ്ങൾ പുറത്ത് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ഹോട്ടലിൽ പോയി. അവിടെ നിന്ന് കുറച്ച് ഫുഡ് വാങ്ങി ഞങ്ങൾ നേരെ തിരിച്ചു വന്നു. പിന്നെ വീടൊക്കെ ഫുൾ അലങ്കോലമായി കിടക്കുകയായിരുന്നു. ഫ്ലോർ മൊത്തം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ടേബിളൊക്കെ റെഡിയാക്കി. അപ്പോൾ ഇതാണ് ഔട്ട്ഫിറ്റ്സ് വരുന്നത്. എല്ലാവരും ഞങ്ങൾ വൈറ്റാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. ഞങ്ങൾ 4 പേരും വൈറ്റിട്ട് കേക്ക് മുറിക്കാം, ഒരു വൈറ്റ് ടീമാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ടേബിളിൽ ഫുഡെല്ലാം കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയൊന്നുമല്ല, ഇനിയും ഉണ്ടായിരുന്നു. ആദ്യം ഞങ്ങൾ കൊണ്ടുവന്ന് വെച്ചതിൻ്റെ വീഡിയോ ആണ് ഞാൻ ഈ എടുത്തിരിക്കുന്നത്. അപ്പോഴേക്കും ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഗസ്റ്റ് എന്ന് പറയാൻ ഞങ്ങൾ 2 വീട്ടുകാർ ഒരു കോമ്പൗണ്ടിലാണ് താമസിക്കുന്നത്. അതിലൊരു വീട്ടുകാരെന്ന് പറയുന്നത് ഞങ്ങളുടെ ഫാമിലി തന്നെയാണ്. അപ്പോൾ അവർ തന്നെയാണ് വന്നിരുന്നത്. വേറെ ആരെയും ഒന്നും വിളിച്ചിട്ടൊന്നും ഉണ്ടായില്ല. വലിയ ഗ്രാൻഡായിട്ടുള്ള പരിപാടിയൊന്നും ഉണ്ടായില്ല. പിന്നെ നിങ്ങൾ ആർക്കും ഇത്രയും സെറ്റപ്പൊക്കെ ഉണ്ടായിട്ട്, അതായത് ഇത്രയും ഡെക്കറേറ്റ് ചെയ്തിട്ട് ആരെയും വിളിച്ചില്ലെന്ന അതെ, ഞങ്ങളൊരു ഫോട്ടോ എടുക്കണം, ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് അടിപൊളി ആയിരിക്കണം എന്ന ഉദ്ദേശത്തോടെയാണ് ഞങ്ങൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഇത്രയും ഡെക്കറേറ്റ് ചെയ്ത് വെച്ചത്. പിന്നെ കേക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് കേക്കും എനിക്ക് സെറ്റായി കിട്ടിയത്. അതുകൊണ്ട് ഞാൻ ഫുള്ള് ഹാപ്പി ആയിരുന്നു. കാരണം റെഫറൻസ് കൊടുത്ത അതേപോലത്തെ കേക്കും ഞാൻ ഉദ്ദേശിച്ച പോലത്തെ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് കിട്ടിയപ്പോൾ എനിക്ക് നല്ല സന്തോഷമായിരുന്നു. പിന്നെ കേക്ക് കട്ടിങ് ആയിരുന്നു. ബർത്ത്ഡേ ദിവസം പിള്ളേർക്ക് വേറൊരു സ്വഭാവമായിരിക്കും എന്ന് പറയുന്നത് വെറുതെ ഇല്ല, അത് സത്യമാണ്. കാരണം ഹെയ്സലിനെ എല്ലാവരും കൊണ്ടൊന്ന് കേക്ക് വെച്ചു കൊടുക്കാൻ നോക്കിയിട്ട് ഹെയ്സൽ ഒരു വിധത്തിൽ ആരുടെയും കയ്യിൽ നിന്ന് കേക്ക് വാങ്ങി തിന്നില്ല. എല്ലാവരും ബർത്ത്ഡേക്ക് വന്നതല്ലേ, ബർത്ത്ഡേ ബോയ്ക്കല്ലേ കേക്ക് കൊടുക്കേണ്ടത്. എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഹെയ്സൽ ആരുടെയും കയ്യിൽ നിന്ന് കേക്ക് വാങ്ങി തിന്നുന്നേ ഉണ്ടായില്ല. അവന് ഭയങ്കര നിർബന്ധമായിരുന്നു എന്ന് തോന്നുന്നു. എനിക്കറിയില്ല എന്താ കാര്യമൊന്നും. അവൻ ഒട്ടും കഴിക്കുന്നുണ്ടായില്ല. പിന്നെ അതിനെല്ലാം ശേഷമാണ്, കാരണം അതായത് എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതിന് ശേഷമാണ് ഹേസൽ കേക്ക് കഴിക്കാൻ തുടങ്ങിയത്. സാധാരണ അവൻ കേക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്, ബട്ട് ആ സമയത്ത് അവൻ കഴിച്ചില്ല. പിന്നെ ഹേസലിന് അവർ ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് ഫാമിലി ഫോട്ടോസ് എടുത്തു. അതിനുശേഷം കേക്കെല്ലാം എല്ലാവർക്കും കട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ പായസം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പായസം എല്ലാവർക്കും ആ സമയം തന്നെ കൊടുത്തു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാം എൻജോയ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡിങ്ങിൻ്റെ സെഷനായിരുന്നു. പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു.
ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഹെയ്സലിൻ്റെ കൂടെ ഒറ്റയ്ക്കൊരു ഫോട്ടോ എടുക്കാമെന്ന്. കാരണം ഹെസുവിനെ വിളിച്ചിട്ട് ഹെസു വരുന്നുണ്ടായില്ല. അപ്പോൾ ഞാൻ ഹെയ്സലിനെയും കൊണ്ട് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. ബട്ട് ഹെയ്സൽ അത് മൈൻഡ് പോലും ചെയ്യുന്നുണ്ടായില്ല. പിന്നെ അവിടെ ഹെയ്സലിനെ താഴേക്ക് നിർത്തിയപ്പോഴേക്കും ഹെയ്സൽ ഏകദേശം റെഡി ആയിട്ടുണ്ടായിരുന്നു. അവൻ്റെ മൂഡൊക്കെ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. അവൻ പിന്നെ കുറച്ചു നേരം കളിയും ചിരിയൊക്കെ ആയി. ലാസ്റ്റ് ആയപ്പോൾ രണ്ടുപേരും അങ്ങ് കരച്ചിലായി, അത് വേറെ കാര്യം. പിന്നെ ഹെസുവും ഭക്ഷണമൊക്കെ കഴിച്ചു. എന്തായാലും വയറ് നിറച്ച് അന്ന് രണ്ടുപേരും ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളും കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ലാസ്റ്റ് ആയപ്പോഴേക്കും എല്ലാം തീർന്നപ്പോഴേക്കും ഹെയ്സൽ കരച്ചിൽ തുടങ്ങി. കുറച്ച് കഴിഞ്ഞിട്ട് ഹെസുവും നല്ല കരച്ചിലായിരുന്നു. കരഞ്ഞാണ് അവസാനം രണ്ടുപേരും ഉറങ്ങിയത്. അങ്ങനെയാണ് അന്നത്തെ ദിവസം അവിടെ അവസാനിച്ചത്.